പകരം നമുക്കത് വേണ്ട സമയത്ത് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ആഹാരം കൊണ്ടിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താകുമ്പം നമുക്ക് ആഹാരത്തോടൊക്കെ കൂടുതലായിട്ട് ക്രേവിങ്സും വരും, നന്നായിട്ട് വിശപ്പും വരും കേട്ടോ. എന്നെയൊക്കെ സംബന്ധിച്ച് സമയത്ത് നമ്മൾ ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ നന്നായിട്ട് എനിക്ക് വിറയലും ഉണ്ടാകാറുണ്ട് കേട്ടോ. എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് ചെന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ അവർ ടേക്ക് കെയർ ചെയ്തു, അവർക്ക് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ എന്നോട് അവർ ഫുഡ് വേണമെന്നോ ഇല്ലെങ്കിൽ നീ കഴിച്ചോന്നോ പോലും എന്നോട് ചോദിച്ചില്ല കേട്ടോ. ഞാനിങ്ങനെ മാസം തികയാറായി നിൽക്കുന്ന ആ ഒരു ടൈമാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവളകത്ത് കയറി ആഹാരം എടുത്ത് കഴിച്ചോളും എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം അവർ ചിലപ്പോൾ നമുക്ക് എടുത്തു തരാനത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ അങ്ങനെ കയറി കഴിക്കാറില്ല കേട്ടോ. ഞാൻ ആരെങ്കിലും സ്നേഹത്തോടു കൂടി വിളമ്പി തരുവാണെങ്കിൽ മാത്രമേ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ. എനിക്കിപ്പം ആഹാരം വേണ്ടാന്നുണ്ടെങ്കിൽ പോലും ഒരാൾ അത്രയും സ്നേഹത്തോട് നമുക്കൊരു ചായയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡോ തരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷനെങ്കിലും ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ആർക്കാണെന്നുണ്ടെങ്കിലും സ്നേഹത്തോട് ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ ആ ഒരു ഭക്ഷണത്തെ നിന്ദിക്കുന്ന രീതിയിൽ അവർ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വ്യക്തിക്ക് എനിക്ക് ആ ഫുഡ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയൊക്കെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഗർഭിണികളോട് അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പെരുമാറരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ.